ഇന്നെന്താ ഓഫീസില്ലേ? അയ്യോ, എന്താ മയ്യത്? എന്തു പറ്റി? അന്നിവിടെ ഒരാൾ വന്നില്ലേ, ആ സോപ്പൊടിക്കാരൻ. അവൻ ചെയ്ത പണിയാ. മായേ, കുറച്ചു മുൻപ് ഇവിടെ ഒരു ഫോൺ വന്നിരുന്നു. നിന്റെ ജീവൻ അപകടത്തിലാണെന്നും സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു. ആരാണ് എവിടെ നിന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കട്ടായി. അത് അവൻ തന്നെ ആയിരിക്കുള്ളൂ. ഏയ്, എനിക്ക് അങ്ങനെ തോന്നണില്ല. പിന്നെ വേറെ ആരാ? അന്ന് ചേച്ചി ഹോസ്പിറ്റലാണെന്നും പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്ത ഇവനല്ലേ, ഇഡിയറ്റ്. അപ്പൊ ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്താലോ? അതൊന്നും വേണ്ട. പിന്നെ അതും പറഞ്ഞായിരിക്കും ഉപദ്രവം. ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്ന് കരുതിയാവും. സഹിക്കല്ലേ നിവൃത്തിയുള്ളൂ. എന്തൊക്കെയായാലും ആ പെൺകൊച്ചിനെ നീ ചീത്ത വിളിച്ചത് ഒട്ടും ശരിയായില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ചെവിക്കുറ്റി നോക്കി രണ്ട് പറ്റിക്കണം, അല്ല പിന്നെ. ഇനിയിപ്പോ അത് തന്നെ ചെയ്യാൻ പോണ്. ഒരു 200 രൂപ ഞെട്. അതിനെന്താ കാശ്? പെട്രോൾ അടിക്കാൻ. രാവിലെ 2 ലിറ്റർ അടിച്ചതല്ലേ, പിന്നെന്തിനാ വീണ്ടും അടിക്കുന്നത്? രാവിലെ ഒരു കുറ്റി പൊട്ട് വിഴുങ്ങിയതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ വീണ്ടും വെട്ടി വിഴുങ്ങിയത്? കിട്ടിയ ശമ്പളം മുഴുവൻ ചെലവായി പോയാ? ചെലവായില്ലല്ല, ഇയാടെ വായി തന്നെയാ പോയത്. എന്റെ പേഴ്സ് കാലിയായാലല്ലേ സ്വന്തം പേഴ്സ് തുറക്കൂ. കാശട് കാശട്. ഹലോ സാർ. എന്താണോ ഒരു കാർ കിട്ടിയപ്പോ രണ്ടാണോ ഓഫീസിലെ പണിയൊക്കെ വേണ്ടെന്ന് വെച്ചോ? ഇല്ല സാർ, 2 ദിവസം ഞാൻ ജോയിൻ ചെയ്യും. അതെങ്ങനെ? ഇന്നത്തോടെ ലീവ് തന്നില്ലേ? സാറൊന്ന് ഒപ്പിട്ട സാങ്ഷൻ ആവാത്ത ലീവ് ഉണ്ടോ? അതൊന്നും പറ്റില്ല. ഇപ്പൊ തന്നെ ഒരുപാട് വർക്ക് പെൻഡിങ്ങില്ല. അങ്ങനെ പറയരുത് സാർ. സാറ് ദിവസവും ഈ കൈ കൊണ്ട് 100 കണക്കിന് സൈൻ ചെയ്യുന്നതല്ലേ, അതിലും കൂടി ഒരു സൈൻ ചെയ്താൽ. ഈ കൈ കൊണ്ട് എവിടെയൊക്കെ സൈൻ ചെയ്യണം, എവിടെയൊക്കെ സൈൻ ചെയ്യണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. സൈൻ ചെയ്യാതെ ജോയിൻ ചെയ്യാൻ നോക്ക്. എനിക്ക് കാറ് കിട്ടിയതിന്റെ അസൂയക്ക് ഓണമുണ്ടല്ലേ, ഒരു ഉണക്ക സ്കൂട്ടറും തല്ലിക്കൊണ്ട്. മുതലാളി, ഇന്നലെ പെട്രോൾ അടിച്ചിട്ട് കാശ് വരാതെ പോയ കാർ വന്നിട്ടുണ്ട്. എടാ ജോസേ, വാസു വാ. ഇട്ട് തിരുമാതെ ഇങ്ങോട്ട് എടുക്കടോ. എവനാണോ? അതെ, ഇതേ നമ്പർ. എന്താ പ്രശ്നം പറയാമടാ. നീയൊക്കെ അല്ലേ ഇന്നലെ ഇവിടെ ഒന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചത്? അയ്യോ ചേട്ടന്മാർക്ക് തെറ്റി. ജീവിതത്തിൽ ഇന്നേ വരെ ഞങ്ങൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടില്ല. കാശ് രക്ഷപ്പെടാന്ന് വെച്ചാ പട്ടികളെ. പോയി പോയി എന്റെ വാച്ച് പോയി. എന്റെ പേഴ്സ് പോയി. എന്റെ പേഴ്സ് അതൊന്നും സാരല്ലെന്നേ, നാളെ തീർത്താ മതി. ശരി, നാളെ കാണാം. എന്താ, എന്ത് പറ്റി? ഒന്നുമില്ല. സാറേ, ഇത് മൊത്തം ഇളക്കി നോക്കിയാലേ ശരിയാവും. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. ഇപ്പൊ അതിനൊന്നും നേരമില്ല, ഒന്നുകൂടെ ഒന്ന് നോക്ക്. നടക്കില്ല സാറേ. എന്റെ ഓഫീസിൽ സ്റ്റാഫിന്റെ കാർ വരുന്നുണ്ട്. നീ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോക്കോ. എടാ മഹാദേവ, നല്ല സ്പീഡാണല്ലോടാ.
പേടിപ്പിക്കുക തന്നെ. അങ്ങനെ ഒന്നും പേടിക്കുന്നവനല്ല ഈ കോശി. അയ്യോ, എന്റെ കൈ പോയേ. ആ കുട്ടി വന്നോ? എന്തിനാ സാർ കാണണമെന്ന് പറഞ്ഞത്? കാണാനല്ല, കാണിക്കാനാ വിളിപ്പിച്ചത്. ഈ കിടക്കണല്ലേ കാറ്? അതെ സാർ. കമോൺ. ഈ നിൽക്കുന്നല്ലേ ആള്? അതെ സാർ, ഇയാള് തന്നെ. എടി, അപ്പൊ നീയാണ് നിന്റെ പിന്നിലല്ലേ? നീനെ കള്ളക്കേസിൽ കൊടുക്കുമല്ലേ? ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ, നിന്നെ ഞാൻ... മിണ്ടിപ്പോരുത്, ഇടിച്ചതിന്റെ കൂമ്പളക്ക് ഞാൻ കുഞ്ഞു നിൽക്കണ. സാർ, ഞാൻ നിരപരാധിയാ. ഇത് കള്ളക്കേസാ. ദാ, ഇവിടെ കള്ളിയാ. കുഞ്ഞു നിൽക്കാൻ നിന്നോട് കുനിയാനാ പറഞ്ഞത്. നീ എന്റെ മസിലിന് പണി ഉണ്ടാക്കും. മതി വിക്രമ, നിന്റെ മസിലിന് പണി ഉണ്ടാക്കണ്ട. നെല്ല് കൂത്തുന്നത് എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കറാ. കാറ് കയറാത്തവരൊക്കെ നീ കാറ് കയറ്റി കൊല്ലുവല്ലടാ. ഇക്കളയാക്കില്ലേ സാറേ? മതി വിക്രമ, നിന്റെ കൈ കുത്തി അകത്ത് കയറിയ പിന്നെ അത് കൊലപാതക കുറ്റമാവും. ആരാണ് നിന്നെ കാർ ഓടിക്കാൻ പഠിപ്പിച്ചേ? ഞാൻ തനിയെ പഠിച്ചതാ. അന്ന് ഓടിച്ച് കാണിക്ക്. ഇവിടെ നിന്ന് ഓടിച്ച് കാണിക്കണ. അതിന് കാറ് വേണ്ടേ? ഇത് കാറെന്ന് സങ്കല്പിച്ച് ഓടിക്കണം. ഇരുന്ന് ചാറ്റേടാ. ഡോറടക്കടാ. ഓടിക്കേ. അയ്യോ, നല്ല മഴ. ആണോ? വൈപ്പിടാ. ദേ നിൽക്കണൊരു പെൺകുട്ടി. എവിടെ? വായി നോക്കുന്നടാ റാസ്കൽ. ഗ്ലാസ് കയറ്റ്. പോടാ, സ്പീഡി പോടാ, സ്പീഡി പോടാ. പോടാ. എന്താ വണ്ടി നിർത്തിയേ? ഒരു പട്ടി കുറുക്കെ ചാടി. ആ മതി മതി, ഇറങ്ങ്. ആ കുട്ടീനെ ഒന്നോട്ടും മേടിക്കണ്ട. ഇവനിനി ആരും ഇടിക്കില്ല. നല്ല പോലെ കാർ ഓടിക്കാൻ പഠിച്ചില്ലടാ. ആ നീ ഇനി പെൺകുട്ടികളെ ഉപദ്രവിക്കോ? അയ്യോ, ഇല്ല. എന്റെ ഷർട്ട്. ആ ഞാനൊന്ന് പോയി റെസ്റ്റ് ചെയ്തിട്ട് വരാം. എന്റെ അമ്മേ, എന്തൊരു വേദന. എന്നെ ഞാൻ കാണിച്ചു തരാം. മടി ചൂലെ പുല്ലെ. എടാ, നിനക്ക് എപ്പോഴാ സെല്ലുലാർ ഫോൺ കിട്ടിയത്? ഇത് സെല്ലുലാർ ഫോൺ കിട്ടിയതല്ല, എന്റെ ചെവിയുടെ കല്ലുലാർ പോയി കിട്ടിയതാ. അയ്യോ, ഗുഡ് മോർണിംഗ്. മഹാദേവൻ വന്നാലുടൻ മാനേജറെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, ലീവിന്റെ കാര്യം പറയാനാവും. കൃഷ്ണ. ഗുഡ് മോർണിംഗ് സർ. വെരി ബാഡ് മോർണിംഗ്. KL 7007. അതല്ലേ എന്റെ വണ്ടിയുടെ നമ്പർ? അതെ സർ. നിറം ചുവപ്പാണല്ലോ? അതെ. ഉറപ്പാണല്ലോ? ഉറപ്പാണ് സർ. മറ്റൊന്നുമില്ലല്ലോ? ഇല്ല സർ. ഗുരുവായൂരപ്പ. Then you are dismissed. അയ്യോ, എന്തിനാണ് സാർ? ഈ കൈ കൊണ്ട് ഒരു ഒപ്പിടാൻ പറ്റൂല എന്ന് പറഞ്ഞതിന് നീ എന്റെ ഈ കൈ തന്നെ ഇടിച്ചൊടിച്ചല്ലോടാ സാമദ്രോഹി. സാർ എന്താ ഈ പറയുന്നത്? മിന്നിപ്പോകുന്നത്. എന്നോട് പ്രതികാരം കാട്ടിയതാണ്. തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ടതാ. Get out. സാർ, സത്യമായിട്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. സാറിന് തെറ്റിയതാവും. തന്നോട് പോകാനാ പറഞ്ഞത്. സാർ, ഈ ജോലി പോയി കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ മറ്റൊരു മാർഗമില്ല സാർ. ഒരു കാർ കൈവശം ഉണ്ടല്ലോ, വല്ല കള്ള ടാക്സി പഠിച്ച് ജീവിക്കേ പോ. സാർ പ്ലീസ്. I say you get out. എന്താ, എന്ത് പറ്റി? മുഖത്തൊരു വാട്ടം. എന്നെ പിരിച്ചുവിട്ടു കുമാരേട്ട. അതെന്തിനാ? അദ്ദേഹത്തിന്റെ മേത്ത് കാറ് തട്ടിയതിന്. അതെപ്പോഴാ നീ തട്ടിയത്? ഞാൻ തട്ടിയിട്ടില്ല. പിന്നെ അത് കൊള്ളാമല്ലോ. തട്ടിയവനെ കിട്ടിയില്ലേ, കിട്ടിയവനെ തട്ടി. നീ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ പോയി ചോദിക്കാം. എന്താ സാർ? മഹാദേവ സാർ ഒരു പാവമാണ്, നിരപരാധിയാണ് സാർ. സാറിനെ വണ്ടി ഇടിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കും. തനിക്കെന്തായിട്ടാണ് നിശ്ചയം? ഞാൻ എപ്പോഴും ആ കാറിൽ ഉണ്ടാവും സാർ. ഓ, എപ്പോഴും ഉണ്ടാവൂ? എപ്പോഴും ഉണ്ടാവും. ഉറപ്പാണോ? ഉറപ്പാണ് സാർ. താനും കൂടെ ഉണ്ടാകുമോ എന്ന് സംശയത്തിലായിരുന്നു. അതുകൊണ്ടാ ഇത് പെൻഡിങ്ങിൽ വെച്ചത്. ഇപ്പോ ഉറപ്പായി. പിടി. എന്താ സാർ ഇത്? തന്നെയും പിരിച്ചുവിട്ടിരിക്കുന്നു. അയ്യോ സാർ. സാർ ഇറങ്ങിപ്പോടും. ഇതൊരു സസ്പെൻഷനാക്കി തന്നൂടെ സാർ? സാധ്യമല്ല. ഉറപ്പാണ് സാർ. ഉറപ്പാണ്. എന്തുവാണോ ഇത്? ഇതേ ഒന്ന് കഴുകി വെച്ചേ. എന്തായി? നീ വിഷമിക്കണ്ട. നിന്നോടൊപ്പം ഏതാപത്തിലും ഞാനും ഉണ്ടാവും. അതേടാ, അയാൾ എന്നെയും പിരിച്ചുവിട്ടു. ഇനി നമുക്ക് ഒരുമിച്ച് തേണ്ട.